വെൽക്കം ടു ദൻ മലയാളം. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വീക്കിലി ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. സ്വിംഗ് ട്രേഡേഴ്സിന് വേണ്ടിയിട്ടാണ്. വീക്കിലി ഈക്വിറ്റി സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് എന്താ പറയുക, സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ആരെ ആശ്രയിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ധനിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കാനക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റോക്സിനെ ഫിൽട്ടർ ചെയ്തിട്ട് മൊമെൻറ്റം സ്റ്റോക്സ് കണ്ടുപിടിച്ച് 1 വീക്ക് ട്രേഡിൻ്റെ മെത്തഡോളജി ഞാൻ ആദ്യമേ തന്നെ പറയാം. 1 വീക്ക് മൺഡേ മോർണിംഗ് നിങ്ങൾ ഇത് സ്കാൻ ചെയ്യുക. 9:15 നിങ്ങൾ 9:15 to 9:30 നിങ്ങൾ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തതിന് ശേഷം 9:30 to 9:40 മാക്സിമം 9:40 നിങ്ങൾ ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ടോപ്പ് ലിസ്റ്റിൽ വരുന്ന ഏറ്റവും ടോപ്പിൽ വരുന്ന 5 സ്റ്റോക്സിനെ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ, ഇപ്പോൾ 2 lakhs ആണോ, 3 lakhs ആണോ, 1 lakh ആണോ, വാട്ട് എവർ ഇസ് ദ ക്യാപിറ്റൽ, അത് 5 സ്റ്റോക്സിൽ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. മൺഡേ ഇൻവെസ്റ്റ് ചെയ്യുക. ഫ്രൈഡേ, ആ സെയിം വീക്കിൻ്റെ അവസാന ഫ്രൈഡേ ആഫ്റ്റർനൂണിന് അതായത് 12 അല്ലെങ്കിൽ 1 മണിക്കുള്ളിൽ ഇത് എക്സിറ്റ് ചെയ്യുകയും വേണം. സോ ഫസ്റ്റ് റൂൾ എന്താണ്? മൺഡേ 9:15 to 9:16 സ്ട്രാറ്റജി റൺ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? 9:30 ആകുമ്പോഴേക്കും സ്ട്രാറ്റജി എക്സിക്യൂഷൻ നടത്തുക. അതേ വീക്ക് ഫ്രൈഡേ ആകുമ്പോഴേക്കും വാട്ട് എവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് സംഭവിച്ചാലും നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. കണ്ടീഷൻ നമ്പർ 1. കണ്ടീഷൻ നമ്പർ 2, നിങ്ങളുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ 3 to 5% ഇനി എനി ഡേ, മൺഡേ മുതൽ ഫ്രൈഡേ വരയ്ക്കുള്ള ഏത് ദിവസത്തിനുള്ളിലും നിങ്ങൾക്ക് 5% ഓർ ബിലോ, 3 to 5% റേഞ്ചിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരികയാണെങ്കിലും ഓവറോൾ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ എല്ലാ സ്റ്റോക്സിൻ്റെ നിന്നും ഓവറോൾ പ്രോഫിറ്റ് 3 to 5% വരികയാണെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു എല്ലാ പൊസിഷൻസിൽ നിന്നും നിങ്ങൾ എക്സിറ്റ് ആകണം. ഓക്കെ, എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീക്കിലേക്ക് എക്സിക്യൂഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ പോകണം. വീക്കിലി സ്ട്രാറ്റജിയാണ്, സ്ട്രിക്റ്റ് റൂളാണ്. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഫ്രൈഡേ ഉച്ചയ്ക്ക് 12 അല്ലെങ്കിൽ 1 മണിക്കുള്ളിൽ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്നും എക്സിറ്റ് ആകണം. ഇതാണ് റൂൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എങ്ങനെ ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ അതിലേക്ക് നമുക്ക് എന്ത് വേണം? നേരെ ധനിൻ്റെ സ്കാനക്സിലേക്ക് പോകണം. നമുക്ക് എങ്ങനെ പോകും നോക്കാം. സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, സോ നിങ്ങളിവിടെ കാണുന്നത് ധനിൻ്റെ വെബ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രൊഫൈൽ പേജിലേക്ക് പോവുക. പ്രൊഫൈലിൻ്റെ ആ ടോപ്പ് റൈറ്റ് സൈഡിൽ നമുക്ക് കോർണറിലുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അനലൈസ് സ്റ്റോക്സ് ഓൺ സ്കാനക്സ് കണ്ടോ. അപ്പോഴേക്കും സ്റ്റോക്സ് സ്ക്രീനർ ഫോർ ഇന്ത്യൻ സ്റ്റോക്സ് വന്നു കഴിഞ്ഞു. ഇവിടെ നമുക്ക് എന്താ വേണ്ടുന്നത്? സ്ക്രീനേഴ്സ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സ്കാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് എക്സ്പ്ലനേഷൻ തന്നതിന് ശേഷം നിങ്ങൾക്ക് അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാം. സോ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക കസ്റ്റം സ്കാനർ ഇവിടെ ഉണ്ട്. മൊമെൻറ്റം സ്കാനാണ്. മൊമെൻറ്റം സ്കാൻ എന്തിനാന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് വരുന്ന 1 വീക്ക് അതിൽ എങ്ങനെ നമുക്ക് എന്താ പറയുക സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് മാക്സിമം നമുക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഫൈൻഡിങ് ആണ് നമ്മൾ ഇതിൽ നിന്നും നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള സ്റ്റോക്സിന് സെലക്ട് ചെയ്യുക. അതിന് ടോട്ടൽ എത്ര വരുന്നോ നമ്പേഴ്സ്, ഇപ്പോൾ ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് 13 റിസൾട്ട്സ് കാണാൻ കഴിയും. ടോട്ടൽ 13 സ്റ്റോക്ക് ഉണ്ട്. അതിൽ ആദ്യത്തെ 5 or 6 1 2 3 4 5 6 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 6 മാക്സിമം 5 to 7 സ്റ്റോക്സിനുള്ളിൽ നിങ്ങൾ ലിമിറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ടോപ്പിന് എങ്ങനെ സെലക്ട് ചെയ്യുക? ഞാൻ ഇപ്പോൾ ഡേ പ്രൈസ് ചേഞ്ച്, പെർസെൻറ്റേജ് ചേഞ്ച് ഞാൻ ഇവിടെ കൊടുത്തു. ഇതിൽ ഏതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിൽ വരും. ഡിസെൻഡിങ് ഓർഡറിൽ ഹയർ ലെവലിലും ദെൻ ലോവർ ലെവലിലേക്ക് വരും. അപ്പം നമ്മൾ ഓർഡർ ലെവൽ എടുത്തിട്ടുണ്ട്, ഡേ പ്രൈസ് ചേഞ്ചിൻ്റെ ഓർഡർ ലെവൽ എടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്റ്റോക്സിനെ 1 by 1 ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു സ്ട്രാറ്റജിയുടെ കണ്ടീഷൻസ് ആണ് നിങ്ങൾ ഈ മേളിൽ കാണുന്നത്. NSE, ഇൻഡെക്സ്, ഇൻഡസ്ട്രി, സെക്ടർ, മാർക്കറ്റ് ക്യാപ്പ്, പ്രൈസ് ചേഞ്ച് പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതൊക്കെ എന്താണ്, ഇത് ഏത് രീതിയിലാണ് ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിനുള്ളിൽ ഈ കണ്ടീഷൻസ്, ഇത് എന്ത് കണ്ടീഷൻസിൻ്റെ ബേസിസിലാണ് ഈ ഒരു ഫിൽട്ടേർഡ് സ്റ്റോക്സ് നമുക്ക് ലഭിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ
മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് NSE ഇവിടെ എന്തായിരിക്കും, നമ്മൾ ഒരു പുതിയ കസ്റ്റം സ്ക്രീനറിൽ പോയി കഴിഞ്ഞാൽ എന്താ ഇവിടെ നോക്കൂ, ക്രിയേറ്റ് സ്ക്രീനിന്റെ ഒരു ടാബാണ്. നോക്കൂ, ക്രിയേറ്റ് എന്ന് എഴുതിയിരിക്കുന്നു. ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇവിടെ നോക്കൂ, മൊത്തം 2754 സ്റ്റോക്സ് കാണാൻ കഴിയുന്നുണ്ട്. സോ ഇതിൽ നിന്നാണ് നമ്മൾ ആ ഒരു എത്ര സ്റ്റോക്സ് എടുത്തിരിക്കുന്നത്, 13 സ്റ്റോക്സ് നമുക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഫിൽട്രേഷൻ നടന്നു? ആദ്യം ഇവിടെ ഇപ്പൊ എന്താ കൊടുത്തേക്കുന്നത്, എക്സ്ചേഞ്ചസ് എന്നായിരിക്കും അവിടെ ഹെഡിങ് ഉണ്ടാവുക. അതിലെന്താ സെലക്ട് ചെയ്യുക, NSE സെലക്ട് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. അടുത്തത് എന്താ വേണ്ടത്, നമുക്ക് വേണ്ടുന്നത് ഈ പറയുന്ന സെക്ടർ, ഇതെല്ലാം നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് ഒന്നൊന്ന് ഫ്രഷ് ആക്കി വരാം. നമുക്ക് ഇൻഡെക്സ് അത് നമ്മുടെ ഇത് സെലക്ഷൻ ചെയ്തത് മാതിരി നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡുള്ള ഇൻഡെക്സ് എന്നുള്ള സംഭവമാണ്. അപ്പൊ ഇൻഡെക്സ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, നേരെ നമ്മുടെ ക്രിയേറ്റ് സ്ക്രീനിൽ വരിക, ആഡ് ഫിൽട്ടർ കൊടുത്തിട്ട് അവിടെ നോക്കൂ, ആദ്യം സ്റ്റോക്ക് യൂണിവേഴ്സിൽ എന്താ, ഇൻഡെക്സ് കണ്ടോ, ഇൻഡെക്സ് നമ്മൾ ആഡ് ചെയ്തു. ഫസ്റ്റ് ഇൻഡെക്സ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരിക, അപ്ലൈ കൊടുക്കുമ്പോൾ അത് ഇവിടെ ഇൻഡെക്സ് വന്നു. ഇൻഡെക്സ് നമ്മൾ ഇവിടെ ഏതൊക്കെയാ സെലക്ട് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ്, 2 ഇൻഡെക്സുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ നോക്കാം, Nifty 200, Nifty 500. ഓക്കെ, Nifty 200നും Nifty 500. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെ വരും, Nifty 50 വരും, Nifty 100 വരും, Nifty 200 വരും, Nifty 500 സ്റ്റോക്സ് വരെ ഉള്ള സ്റ്റോക്സ് യൂണിവേഴ്സ് നമുക്ക് ആ ഒരു ഫിൽട്രേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് അവേ ഞാൻ Nifty 50 സെലക്ട് ചെയ്തിട്ടില്ല, കാരണം ഓട്ടോമാറ്റിക്കലി Nifty 50യുടെ സ്റ്റോക്സും Nifty 200നുള്ളിലും Nifty 500നുള്ളിലും വന്നുകൊള്ളും എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ അഡീഷണലി Nifty 50 കൂടി സെലക്ട് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, സോ Nifty 50, Nifty നെക്സ്റ്റ് 50 ആണെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. Nifty 100, ഇതിലെല്ലാം കോമൺലി എല്ലാ സ്റ്റോക്സും ഈ പറഞ്ഞ Nifty 500 സ്റ്റോക്സിനുള്ളിൽ എല്ലാം വരും. എന്നാലും ഫോർ യു എന്താ പറയുക, കൺസോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് ഇവിടെ ആഡ് ചെയ്തു. അടുത്തിനിപ്പോൾ എന്താ വേണ്ടേ, നമുക്ക് നമ്മുടെ സ്ക്രീൻ ഇതാ നോക്കൂ, ഇവിടെ ഇൻഡെക്സിൽ അപ്പോൾ ഏതൊക്കെ വേണം, Nifty 50 വേണം, Nifty 200 നമ്മൾ ആഡ് ചെയ്യണം, Nifty 500 ആഡ് ചെയ്യണം. ഓക്കെ, 3 നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അടുത്ത ഫിൽട്ടർ ഏതാണ്, അടുത്ത ഫിൽട്ടർ ഇൻഡസ്ട്രിയിൽ ഓൾമോസ്റ്റ് 25 ഇൻഡസ്ട്രീസ് ഞാൻ സെലക്ട് ചെയ്ത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് വേണ്ടാത്ത ഇൻഡസ്ട്രീസും ഉണ്ട്. നമുക്ക് അണ്ടർ പെർഫോമിംഗ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈ മൊമെൻറ്റം കിട്ടാത്ത നല്ല സ്റ്റോക്സ് ആണെങ്കിൽ പോലും നമുക്കൊരു വീക്ക്ലി മൊമെൻറ്റം ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഇൻഡസ്ട്രീസ് അവൈലബിൾ ആയിട്ടുണ്ടാവും. സോ അത്തരം കേസസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡസ്ട്രിയെ നമ്മൾ ഒന്ന് സെലക്റ്റീവായിട്ട് നമ്മൾ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഇൻഡസ്ട്രീസ്, സപ്പോസ് ഇവിടെ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന എയറോസ്പേസ് ആൻഡ് ഡിഫൻസ്, ഓട്ടോമൊബൈല്, ഏവിയേഷൻ, ബാങ്ക്സ്, ബിവറേജസ്, കേബിൾസ്, ദെൻ ഞാൻ വിട്ടിട്ടുള്ളത് ക്യാപിറ്റൽ ഗുഡ്സ് വിട്ടു, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഗുഡ്സ് ഇത് വിട്ടു, ക്യാപിറ്റൽ മാർക്കറ്റ്സിൻ്റെ അതായത് AMC പോലുള്ള സംഭവങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. പിന്നെ അത് ബ്രോക്കറേജ് ഫിംസ്, അത്തരം സ്റ്റോക്കുകളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. ദെൻ കാസ്റ്റിങ്സ് ആൻഡ് ഫോർജിങ്സ് ആഡ് ചെയ്തു. ദെൻ കംസ് ടു എന്താ പറയുക, കെമിക്കൽസ് ആഡ് ചെയ്തു. ദെൻ കൊമേഴ്ഷ്യൽ സർവീസസ് വിട്ടു, കൺസ്ട്രക്ഷൻ വിട്ടു, ഗുഡ്സ് വിട്ടു, കൺസ്യൂമർ സർവീസസ് വിട്ടു, എനർജി എടുത്തു, എഡ്യൂക്കേഷണലൊക്കെ വിട്ടു. അതൊക്കെ എന്താ പറയുക, ഒരു റേഞ്ച് ബൗണ്ടിൽ നിൽക്കുന്ന നമുക്കൊരു മൊമെൻറ്റം ലെവലിലേക്ക് നമുക്ക് പോകാൻ അത്ര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ചോയ്സ്. ഇത് എടുത്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഓവറോൾ സെഗ്മെന്റ് വന്നോളും ചിലപ്പോൾ. അതും നമുക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് എന്താ പറയുക, ഇൻഡസ്ട്രി എടുക്കാം, അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻഡസ്ട്രി, എല്ലാത്തിൽ നിന്നും നമുക്കൊരു ഫിൽട്രേഷൻ വരും, കുഴപ്പമില്ല. ഓക്കെ, ദാറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ചോയ്സ്. അടുത്ത നമുക്ക് വേണ്ടത് എന്താണ്, ഇൻഡസ്ട്രി. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് അവിടെ ഇൻഡസ്ട്രീസിൻ്റെ ഇത് കവർ ചെയ്തോളും, ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അടുത്ത നമുക്ക് എന്താ വേണ്ടത്, സെക്ടർ ഞാൻ കൊടുത്തിട്ടില്ല, സെക്ടറും അതേമാതിരി തന്നെ. മാർക്കറ്റ് ക്യാപ്പ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ അവിടെ എന്താ ചെയ്യുക, ഇവിടെ ആഡ് ഫിൽട്ടർ കൊടുക്കുക, മാർക്കറ്റ് ക്യാപ്പ് എവിടെ, അവിടെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് യൂണിവേഴ്സിൽ തന്നെ നോക്കൂ, റൈറ്റ് സൈഡിൽ മാർക്കറ്റ് ക്യാപ്പ് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. അപ്ലൈ മാത്രം കൊടുത്താൽ പോരാ, എന്നിട്ട് നേരെ മാർക്കറ്റ് ക്യാപ്പിൽ വരിക. മാർക്കറ്റ് ക്യാപ്പിൽ ഇവിടെ 0 എന്ന് കാണിച്ചിരിക്കുന്നത് നമ്മൾ എന്ത് കൊടുക്കുക, 20,000 കൊടുക്കുക. എത്രയാ, 20,000 crores, 20,000 കോടിക്ക് സ്റ്റാർട്ടിങ്ങിൽ മാർക്കറ്റ് ക്യാപ്പ് വേണം. അത് കഴിഞ്ഞിട്ട് എത്ര വേണ്ടത്, നമുക്ക് വലിയ മാർക്കറ്റ് ക്യാപ്പ് പാടില്ല,
എന്നാൽ എന്താ പറയുക അത്യാവശ്യം ലിക്വിഡ് സ്റ്റോക്സും ആയിരിക്കണം. അപ്പോൾ നമ്മൾ 75,000 20,000 കോടിക്കും 75,000 കോടിക്കും ഇടയിൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള സ്റ്റോക്സ് വേണം എന്ന് നമ്മൾ സെലക്ട് ചെയ്തു. അത് എന്താ ചെയ്യേണ്ടത്? മിനിമം 20,000, മാക്സിമം 75,000 നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് സെറ്റ് ചെയ്തു. അപ്പം തന്നെ സ്റ്റോക്സിൻ്റെ എണ്ണം എന്താ? ഇപ്പോൾ 190 നോക്കൂ, 50 എണ്ണം ടോട്ടൽ 190 സ്റ്റോക്സ് ഉണ്ടായിരുന്നു. അതിൽ 50 സ്റ്റോക്സ് ഇവിടെ കാണുന്നു. താഴെ ഞാൻ അടുത്ത ലൈൻ നമുക്ക് താഴെ പോയിക്കാൻ ടോട്ടൽ 190 സ്റ്റോക്സ് ഉണ്ട്. അതിങ്ങനെ താഴെ വരും. അത് 190 സ്റ്റോക്സ് ആയി 2000 സംതിങ്ങിൽ നിന്ന് നമ്മളിപ്പോൾ 190 സ്റ്റോക്കുകളിലേക്ക് ചുരുങ്ങി. ഇനി അടുത്ത് എന്താ വേണ്ടത്? നമുക്ക് ആഡ് ഫിൽട്ടർ വേണ്ടത് എന്താണ്? നമുക്ക് ഇത് അടുത്ത ഇമ്പോർട്ടൻറ്റ് മെയിനായിട്ട് ഈ ഒരു സ്ട്രാറ്റജിയുടെ പിന്നിൽ 3 കാര്യങ്ങളാണ്. 1 മാർക്കറ്റ് ക്യാപ്പ്, 2 മന്ത്ലി പ്രൈസ് ചേഞ്ച്, 3 വീക്കിലി പ്രൈസ് ചേഞ്ച്. കഴിഞ്ഞ ഒരു മാസത്തിൽ ആ സ്റ്റോക്ക് കുറഞ്ഞത് 6% മുകളിലേക്ക് കയറിയിരിക്കണം. കണ്ടീഷൻ നമ്പർ 1. നല്ല ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഒരു മാസത്തിന് ടോട്ടൽ ട്രേഡിംഗ് ഡേയിൽ അത് 6% മുകളിൽ കയറണം. ഒരു കണ്ടീഷൻ. കണ്ടീഷൻ നമ്പർ 2 എന്താണ്? കഴിഞ്ഞ ഒരു ആഴ്ചത്തെ ട്രേഡ് അത് മിനിമം 3% മുകളിലായിരിക്കണം. 3% എന്തായിരിക്കണം? മുകളിലായിരിക്കണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻസ്. ഓക്കെ, സോ ഇതിൽ ഒരു കണ്ടീഷൻ്റെ ഇവിടെ നമുക്ക് അപ്പോൾ അടുത്തതിലേക്ക് വരിക. നമുക്ക് അപ്പോൾ എന്താ വേണ്ടുന്നത്? ഇനി അടുത്തത് പ്രൈസ് ചേഞ്ച് വീക്കിലി. ഫസ്റ്റത്തെ നമുക്ക് വീക്കിലി പ്രൈസ് ചേഞ്ച് നോക്കാം. വീക്കിലി പ്രൈസ് ചേഞ്ച് എടുക്കുകയാണെങ്കിൽ പ്രൈസ് ആൻഡ് വോളിയം ആക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ പ്രൈസ് പെർസെൻറ്റേജ് ചേഞ്ച് നോക്കൂ. മേളിൽ നിന്ന് താഴ്പോട്ടേക്ക് വരുമ്പോൾ പ്രൈസ് പെർസെൻറ്റേജ് ചേഞ്ച് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡേ എന്നുള്ളത് നമ്മൾ വീക്ക് കൊടുക്കുക. ഓക്കെ, വീക്ക് കൊടുത്ത് അപ്ലൈ കൊടുക്കുക. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ വീക്കിലി ചേഞ്ച് വന്നു. വീക്കിലി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to എത്ര പെർസെൻറ്റേജ് ആണ്? 3%. എന്നിട്ട് 0ക്കും 3%നും ഇടയിൽ പ്രൈസ് മുകളിലേക്ക് വരണം. ഇപ്പോൾ വീക്കിലി പ്രൈസ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ. ഇനി അടുത്തത് എന്താണ് ഫിൽട്ടർ കൊടുക്കേണ്ടുന്നത്? സെയിം തന്നെയാണ്. വീണ്ടും നമ്മൾ പ്രൈസ് ആൻഡ് വോളിയത്തിൽ വരിക. അവിടെ നിന്ന് പ്രൈസ് ചേഞ്ച് ഒരിക്കൽ കൂടെ എടുക്കുക. എന്നിട്ട് ഡേ, വീക്കിന് പകരം നമ്മൾ മന്ത്, MON കാണാം കേട്ടോ. 2 weeks മന്ത് എന്ന് കാണാൻ പറ്റും. മന്ത് സെലക്ട് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. അവിടെ എത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്? ഒന്നും വേണ്ട, സിമ്പിൾ. -100 എന്ന് പറയുന്നതിന് പകരം 0 കൊടുക്കുക. 0 ആണ് ഓട്ടോമാറ്റിക്കലി. ദെൻ മാക്സിമത്തിൽ എത്ര കൊടുക്കുക? മാക്സിമം എന്ന് പറയുന്നത് എത്രയാ? 6 അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആണ്. നമുക്ക് മാക്സിമം 6%. കഴിഞ്ഞ ഒരു മാസം മൊത്തത്തിൽ എത്ര ശതമാനം? 6% വളരണം. അതിലും കഴിഞ്ഞ ഒരാഴ്ചയിൽ എത്ര ശതമാനം വളരണം? 3% വളരണം. അപ്പൊ ടോട്ടൽ 1 month പീരീഡിൽ 6% വളർന്നതിൽ ഏറ്റവും 50% ഗ്രോത്ത് എപ്പോഴാണ് കൊടുത്തിരിക്കുന്നത്? കഴിഞ്ഞ ഒരാഴ്ചത്തേലാണ്. അങ്ങനെയാണ് അതിന്റെ ആ ഒരു റേഞ്ച്. അപ്പോൾ അത് നല്ല ഹൈ മൊമെന്റം സ്റ്റോക്ക് ആണെന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് ഇനി അടുത്ത ഫിൽട്ടർ ഏതാ വേണ്ടത്? നമുക്ക് പ്രൈസ് ചേഞ്ച് കഴിഞ്ഞു. ഇനി അടുത്തതാണ് EPS, ഏർണിങ്സ് പെർ ഷെയർ. കഴിഞ്ഞ പ്രീവിയസ് ക്വാർട്ടറിൽ നല്ല റിസൾട്ട് കൊടുത്തിട്ടുള്ള സ്റ്റോക്ക് ആണോ, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത സെലക്ഷൻ വേണ്ടത്. അതിനെന്താ വേണ്ടുന്നത്? സ്ട്രെയിറ്റ് അവേ ആഡ് ഫിൽട്ടറിലേക്ക് പോവുക. ആഡ് ഫിൽട്ടറിൽ പോയിട്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എന്താണ്? EPS സെലക്ട് ചെയ്യുമ്പോൾ ഇയർലി ആണോ എന്ന് ചോദിക്കും. നമുക്ക് ക്വാർട്ടർലി ഉള്ള EPS ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് EPS എത്ര വേണം? നമുക്ക് 0ക്ക് മുകളിലായിരിക്കണം. മാക്സിമം എത്ര വേണേലും ആവാം. ആ മാക്സ് സൈഡ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. 0ക്ക് മുകളിലായിരിക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് പ്രൈമറി കണ്ടീഷൻ. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? EMA, അതായത് നമ്മുടെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജസ്. നമുക്കറിയാലോ, മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് സ്വിംഗ് സ്റ്റോക്കിന്, നമുക്ക് വലിയ ഗ്രോത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റോക്സിന് നമുക്ക് എന്താ പറയുക, ഒരിക്കലും നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്ത് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി അത് ഗ്രോത്ത് പോയി കഴിയും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമുക്ക് ഗ്രോത്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിന് റെഡി ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ. കാരണം നമ്മൾ 1 week പീരീഡിൽ നമുക്ക് അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുള്ള സ്റ്റോക്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടുന്നത്, അല്ലേ? ഓൾറെഡി
ഓൾറെഡി അതിൻ്റെ ഗെയിൻ കൊടുത്തു കഴിഞ്ഞ സ്റ്റോക്ക് നമുക്ക് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 50 EMAക്ക് മുകളിൽ സ്റ്റോക്ക് ക്ലോസ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഡെയിലി ക്ലോസ് നമ്മൾ എന്നാണോ ഈ ഫിൽട്ടർ നമ്മൾ റൺ ചെയ്യുന്നത്, ഐ മീൻ ഈ സ്കാനർ റൺ ചെയ്യുന്ന സമയത്ത് ഡെയിലി ക്ലോസ് എന്ന് പറയുന്നത് വീക്ക്ലി ക്ലോസ് എന്ന് പറയുന്നത് 50 EMAക്ക് മുകളിലായിരിക്കണം വീക്ക്ലി ക്ലോസ്. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ അടുത്ത ഫിൽട്ടറിലേക്ക് പോവാം. ഫിൽട്ടറിലേക്ക് പോയിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ EMA സെലക്ട് ചെയ്യുക. EMA സെലക്ട് ചെയ്തിട്ട് ടൈം ഫ്രെയിം നമുക്ക് ഡേ ടൈം ഫ്രെയിം കൊടുക്കുന്നു. EMA ലെങ്ത് ചോദിക്കുന്നുണ്ടോ, അത് 50 കൊടുക്കുക. 5ന് പകരം 50, ആദ്യം വരുന്നത് 5 ആയിരിക്കും. 50 സെലക്ട് ചെയ്യുക. കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 50 EMAക്ക് മുകളിലായിരിക്കണം. 20 EMAക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഫാസ്റ്റ് മൂവിങ് ആണ്, നല്ലോണം ബുള്ളിഷ് ആയിട്ടുണ്ടാവും. അതും 5 EMAക്ക് മുകളിലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്സ് ഒരുപാട് ഹൈയിലേക്ക് പോകും. നമ്മൾ അത്തരം സ്റ്റോക്സിൽ പോയിട്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ നമ്മൾ കറണ്ട് ക്ലോസ് എന്ന് പറയുന്നത് 50 ഡേക്ക് മുകളിലായിരിക്കണം. അപ്ലൈ കൊടുക്കുക. ഓക്കെ, സോ അടുത്തത് ഇനി എന്താണുള്ളത്, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ EMAയുടെ ഇനി കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് രീതി എന്താന്ന് പറഞ്ഞാൽ EMA ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, EMA അഡ്വാൻസ്ഡിലേക്ക് പോവുക. അഡ്വാൻസ്ഡിലേക്ക് പോയി കഴിഞ്ഞാൽ 50 ഡേ മൂവിങ് ആവറേജ് അഡ്വാൻസ് ക്ലിക്ക് ചെയ്യുക. ഈക്വൽ ടു എന്നുള്ളതിന് പകരം നമ്മൾ എന്താ ചെയ്യുക, മോർ ദാൻ, അല്ലെങ്കിൽ മോർ ദാൻ കൊടുത്തിട്ട് എന്താണ് പാരാമീറ്റർ ക്ലോസ് പ്രൈസ്. നോക്കൂ, ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 50 ഡേ മൂവിങ് ആവറേജിന് മുകളിൽ ക്ലോസ് ആയിരിക്കണം. ഏത് സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്താലും ആ ഒരു പെർട്ടിക്കുലർ പ്രൈസ് എന്ന് പറയുന്നത് ഡെയിലിയിൽ 50 മൂവിങ് ആവറേജിന് മുകളിൽ ക്ലോസ് ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. ഓക്കെ, അഡ്വാൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ക്ലോസ് പ്രൈസ് ഇനിയും നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഈ ക്ലോസ് പ്രൈസ് ഇനി നിങ്ങൾക്ക് 50 മൂവിങ് ആവറേജിന് മുകളിൽ വേണ്ട, സൂപ്പർ ട്രെൻഡിന് മുകളിൽ വേണമോ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. സൂപ്പർ ട്രെൻഡിന് മുകളിലാണ് EMA ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നല്ലതാണ്. സൂപ്പർ ട്രെൻഡ് എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എല്ലാ എന്താ പറയുക ഓസിലേറ്റേഴ്സിൻ്റെയും ഒരു ആകെത്തുകയാണ്. സോ സൂപ്പർ ട്രെൻഡിന് മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കൊടുക്കാം. ലൈക്ക് ഞാനിപ്പോൾ സൂപ്പർ ട്രെൻഡിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയും നിങ്ങൾക്ക് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ IQ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ടെസ്റ്റിംഗ് പർപ്പസിനൊക്കെ എല്ലാം ഞാനിങ്ങനെ കറക്റ്റായ രീതിയിൽ ഇന്ന രീതി ചെയ്യണം തരുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾക്ക് 1-2 ചോയ്സസ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു എന്താ പറയുക ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, സോ സൂപ്പർ ട്രെൻഡിന് മുകളിൽ കൊടുക്കുക. ഏത് മൂവിങ് ആവറേജ് ആണ്, 50 ഡേ മൂവിങ് ആവറേജ് സൂപ്പർ ട്രെൻഡിന് മുകളിലായിരിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ബുള്ളിഷ് സിനാരിയോ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കൂ, എത്രയോ സ്റ്റോക്സിൽ നിന്ന് നമുക്കിപ്പോൾ റിസൾട്ട് കിട്ടിയിരിക്കുന്ന എത്ര സ്റ്റോക്സ് ആണ്, 11 സ്റ്റോക്ക് കിട്ടി. അപ്പോൾ ഈ 11 സ്റ്റോക്സിനെയും നമുക്കിനി എന്ത് വേണം, ഡേ പ്രൈസ് ചേഞ്ച് എന്താക്കണം, നമ്മൾ ഹയസ്റ്റ് പ്രൈസ് ചേഞ്ച് കൊടുക്കണം. ഇപ്പോൾ ലോവസ്റ്റ് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹയസ്റ്റ് പ്രൈസ് ചേഞ്ച് വന്നു. ഹയസ്റ്റ് പ്രൈസ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ സ്റ്റോക്ക്, ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് നവീൻ ഫ്ലോറൈഡ്. നോക്കൂ, അതിൻ്റെ ഇന്നത്തെ ഒരു ഡേയിൽ തന്നെ 3% വർദ്ധിച്ചു. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ കൊടുത്ത പ്രകാരം എല്ലാം ഉണ്ട്. ഇനി എന്താ ചെയ്യുക, നേരെ ട്രേഡിംഗ് അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുക. ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ചാർട്ടിൽ ഈ 1 ഡേ ചാർട്ടിൽ നവീൻ ഫ്ലോറൈഡ് നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നോക്കൂ, ഞാൻ പറഞ്ഞ കണ്ടീഷൻ കഴിഞ്ഞ ഒരു വീക്കിൽ അത് കഴിഞ്ഞ വീക്സിലെ മുകളിലാണ്. എന്നാൽ ഈ ആഴ്ച കൃത്യമായിട്ട് 50 ഡേന് മുകളിലേക്ക് കയറി നിൽക്കുന്നു. നല്ല വോള്യം ഉണ്ട്, അത്യാവശ്യം റീസണബിൾ വോള്യം ഉണ്ട്. അതേമാതിരി പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്നു. ദിസ് ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഓക്കെ, സോ ഇത് നമ്മൾ ഇപ്പോൾ മൺഡേ മോർണിംഗിലാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, മൺഡേ തന്നെ വേണമെന്നില്ല, 5 ഡേയ്സ് ട്രേഡ്, അതാണ് അതിൻ്റെ ഉദ്ദേശം. ആ വരുന്ന 5 ദിവസം മൺഡേ മാത്രമേ എല്ലാ സ്റ്റോക്സും ഇതുപോലെ ലഭിക്കുന്നുണ്ടോ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു 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 പാറ്റേൺ ഫോളോ ചെയ്യണമെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുന്നത്. ഒരു 5 to 1 വീക്ക് ട്രേഡ്, അതിപ്പോൾ എന്നാണ് നിങ്ങളിത് സ്കാൻ ചെയ്യുന്നോ അന്നത്തെ റിസൾട്ട്, അത് ബേസിസിൽ നിങ്ങൾക്ക് ട്രേഡിലേക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. നോക്കൂ, ഹൈ, അതും ആദ്യത്തെ 5 എണ്ണമാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 11 സ്റ്റോക്സ് ഉണ്ട്. അതിൽ 1, 2, 3, 4, 5, 6 വരെ നമുക്ക് സെലക്ട് ചെയ്യാം. ആദ്യത്തേത് നമുക്ക് കണ്ടു, നമുക്ക് നവീൻ ഫ്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഇവിടെ വന്നു. ഇതൊരിക്കലും റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ സ്കാനറിൻ്റെ റിസൾട്ട് തന്നത് ബേസിസിൽ നമ്മളിത് നോക്കുന്നു എന്ന് മാത്രം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൾറെഡി തന്നെ അത് ഈ ഒരു
ഡെയിലിയിൽ തന്നെ അത്യാവശ്യം ബുള്ളിഷിലാണ്, നല്ല വോളിയം ഇൻക്രീസ് ആയി വരുന്നുണ്ട്. സോ ഓൾ ടുഗദർ എവറിത്തിങ് ഈസ് ഫാന്റാസ്റ്റിക്കലി സീയിങ് ഗുഡ്. ഇതിൻ്റെ മൂവ് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എത്ര പോകുന്നു, ഏത് പോകുന്നു എന്നൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞു, നമ്മൾ 5 സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്നു. ഒരു 5 ഡേയ്സിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വിംഗ് ട്രേഡിലേക്ക് പോകുന്നു. 5 ദിവസം കഴിയുമ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ എക്സിറ്റ് ചെയ്ത് വരുന്നു. ഒരു സ്റ്റോക്കിനെയല്ല, ടോട്ടലി ഒരു ദിവസം എക്സിക്യൂഷന് നിങ്ങൾ ടോട്ടൽ ക്യാപിറ്റൽ എത്രയുണ്ടോ അതിന് നിങ്ങൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്നു. ഇനി ക്യാപിറ്റലിൻ്റെ വലിപ്പം കൂടുകയാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റോക്സിൻ്റെ യൂണിവേഴ്സിൻ്റെ എണ്ണം 5 എന്നുള്ളത് 6, 7, 8 ഒക്കെ നിങ്ങൾക്ക് ആക്കാം ഫ്രം ദി ടോപ്പ് ഓർഡർ ലിസ്റ്റ്. അത്രയേ ഉള്ളൂ നിങ്ങളുടെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അടുത്തൊരു സ്റ്റോക്ക് നോക്കിയാലോ, എസ്കോട്സ് കുബർട്ട. നോക്കൂ, എസ്കോട്ട്സും വന്നു, നുവാമയും വന്നു. നോക്കൂ, നുവാമ ഇപ്പം എന്താ നിൽക്കുന്ന അവസ്ഥ നോക്കൂ. അത് ട്രെൻഡ് ലൈൻ വരച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഒരു ലൈറ്റായിട്ട് ഒരു അപ് ട്രെൻഡ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതേമാതിരി പ്രീവിയസ്ലി നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ നിന്നൊരു എന്താ പറയുക, ഒരു ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഇനഫ്. നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെ വന്നാൽ മതിയല്ലോ ഒരാഴ്ചയ്ക്കുള്ളിൽ. നമ്മുടെ റേഞ്ചിനുള്ളിൽ ഇതിപ്പോൾ ഓൾമോസ്റ്റ് പോസിറ്റിവിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്, ക്ലിയർ ആയിട്ട് പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. 50 ഡേ മൂവിങ് ആവറേജ് ആണ് നിങ്ങൾ ഈ കാണുന്ന ലൈന്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നു. 50 മൂവിങ് ആവറേജിന് മുകളിൽ ക്ലോസ് ആയിട്ടുണ്ട്, നല്ല റേഞ്ചോട് കൂടി ക്ലോസ് ആയിട്ടുണ്ട് കണ്ടോ. സോ ദിസ് ഈസ് വൺ തിങ്. അത് എസ്കോട്ട്സ് നോക്കൂ, ഇന്നത്തെ ഒരു ദിവസം 3% മുകളിൽ കൊടുത്തു കഴിഞ്ഞു. സോ അതും അതേമാതിരി 50 ഡേ മൂവിങ് ആവറേജിന് ശക്തമായ രീതിയിൽ മുകളിലേക്ക് വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു ആവറേജ് നിങ്ങൾ ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നോക്കുന്നു, നാളെ നിങ്ങൾ ഇതേ സ്ക്രീനർ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ സ്റ്റോക്സ് ആയിരിക്കും അവൈലബിൾ ആവുക. അതും ഏതാണ്ട് ഇതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റോക്സ് ആയിരിക്കും. അപ്പോൾ നാച്ചുറലി അതിനും വരുന്ന ഒരു 3-4 ദിവസത്തിനുള്ളിൽ അത്യാവശ്യം നല്ല റിസൾട്ട്, ഈ 5-6 സ്റ്റോക്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ 2-3 എണ്ണം നല്ല റിസൾട്ട് കൊടുത്താൽ തന്നെ മതി. നാച്ചുറലി അത് നമ്മൾ ഓവറോൾ പ്രോഫിറ്റിലേക്ക് വരികയും ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, തിയറി ബിഹൈൻഡ് ദ സ്ട്രാറ്റജി. ഓക്കെ, തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ എന്താ പറയുക, പേഷ്യൻസോടുകൂടി നിങ്ങൾ ഒബ്സർവേഷൻ, ആദ്യത്തെ ഒരു ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനർ ഉപയോഗിക്കൂ. ദൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് സ്കാനെക്സിൽ പോയിട്ട് ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ സ്റ്റോക്സ് സെലക്ട് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ ട്രേഡിലേക്ക് പോകണ്ട, നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യൂ, അല്ലെങ്കിൽ എഴുതി വെക്കൂ, പേപ്പർ ട്രേഡിൽ എഴുതി വെക്കൂ, ഇന്ന പൊസിഷനിൽ നിൽക്കുന്നു, ട്രേഡ് എടുത്ത മാതിരി നിങ്ങൾ കൺസിഡർ ചെയ്യൂ. എന്നിട്ട് 5 ഡേയ്സ് കഴിഞ്ഞിട്ട് അത് ഓവറോൾ ഓരോ സ്റ്റോക്സിൻ്റെയും പ്ലസും മൈനസും എത്രയാണെന്ന് നോട്ട് ചെയ്യൂ. നോട്ട് ചെയ്തതിന് ശേഷം ടോട്ടലി നിങ്ങൾ കണക്ക് കൂട്ടി നോക്കൂ, നിങ്ങൾക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ. 80% ആൻഡ് എബോ ആക്യുറേറ്റ് ലെവലായിട്ട് നിങ്ങൾക്ക് ഇതിൽ പോസിറ്റിവിറ്റി കാണാൻ സാധിക്കും. കാരണം 50 ഡേ മൂവിങ് ആവറേജിന് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 3 സ്റ്റോക്സ് നല്ല ഹൈ ബ്രേക്ക് ഔട്ടിലേക്കാവാം. പ്രീവിയസ്ലി ഇതേമാതിരി ഒരു സ്റ്റോക്ക് നോക്കൂ, ഇവിടെ നിന്ന് എന്താ പറയുക, ഇതേമാതിരി 50 ഡേ ആവറേജിൽ ഏതാണ്ട് ഇതേ ലെവലിൽ ഇവിടെ നിന്നൊരു ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തപ്പോൾ വരുന്ന 1, 2, 3, 4, 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു സ്റ്റോക്കിന്റെ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് കയറി, 3.95%, 147 പോയിന്റ് കയറി. ഇതിന് മുന്നേ ഇതേമാതിരി ഉണ്ടോ? നോക്കൂ, ഇതേമാതിരി ഇവിടെ നിന്ന് ഒരു ക്യാൻഡിൽ നോക്കൂ, ഈ ഒരു ക്യാൻഡിൽ ഇതിന്റെ 5 ദിവസത്തെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 6% കയറിയിരിക്കുന്നു. ഇവിടെ ഇതേമാതിരി ഒരു ബ്രേക്ക് ഔട്ട് വന്ന സ്റ്റോക്ക് 1, 2, 3, 4, 5 ദിവസം നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ ഇവിടെ ക്ലോസിംഗ് ലെവലിൽ വന്നു. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 5-ാം ദിവസം 4% നോക്കൂ. ഇത് തന്നെയാണ് ഇതിന്റെ ബാക്ക് ടെസ്റ്റ്. ഇവിടെ ഇതേമാതിരി 50 ഡേ ക്രോസ് ചെയ്ത ഒരു ക്യാൻഡിൽ, അത് നമ്മളിപ്പോൾ നോക്കി. ഇനി വേറെ ഏതാ നോക്കുക, ഇതേമാതിരി ക്രോസ് ചെയ്തൊരു ക്യാൻഡിൽ, ഇതിന്റെ ഹൈയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ തന്നെ 1, 2, 3, 4, 5 ഡേയ്സ്, 4th ഡേ ആയപ്പോൾ തന്നെ അത് എത്ര പെർസെൻറ്റേജ് കയറി നോക്കൂ, അറൗണ്ട് 17% കയറി കണ്ടോ. സോ ഡെഫിനറ്റ്ലി ഇതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സെക്കൻഡ് ഡേ ഈ ഒരു ക്യാൻഡിൽ നോക്കൂ, ഇതിന്റെ സെക്കൻഡ് ഡേ തന്നെ നമുക്ക് റീസണബിൾ ആയിട്ട് നമുക്ക് എത്ര പ്രോഫിറ്റ്, 3.3% പ്രോഫിറ്റ്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും സ്റ്റോക്സ് നല്ല ഹൈ ആയിട്ട് ഇതേമാതിരി കയറുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ മാത്രം തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എക്സിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സോ ഇത് എങ്ങനെ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നല്ല വിൻ റേറ്റിന് സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ എന്താ പറയുക, അത് മാത്രമല്ല നമ്മൾ ക്യാഷിൽ തന്നെ നിങ്ങൾ ബൈ ചെയ്യണം. നിങ്ങൾ MTFും മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള കാശ് ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക.
ഓക്കെ. സോ നിങ്ങൾ പരിശോധിച്ചിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. താങ്ക് യു. ബൈ. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.